എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. കൊറോണ സമയത്താണ് ഞാൻ ആ വലിയ തീരുമാനമെടുത്തത്. സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുതാമെന്ന തീരുമാനം. ഫോൺ നോക്കിയും TV കണ്ടും കളയുന്ന സമയം എന്തെങ്കിലും നല്ല കാര്യത്തിനായി വിനിയോഗിക്കണം എന്ന ഉദ്ദേശമാണ് എന്നെ ആ തീരുമാനത്തിലെത്തിച്ചത്. ശരിക്കും വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു എൻ്റെ ആ തീരുമാനം. ചെറിയ ചെറിയ അക്ഷരങ്ങൾ, വാക്കുകൾ തെറ്റാതെ, അധ്യായം തെറ്റാതെ, വാക്യങ്ങൾ തെറ്റാതെ പകർത്തിയെഴുതണം. ശരിക്കും വെല്ലുവിളി നിറഞ്ഞ തീരുമാനം. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എഴുതാൻ തുടങ്ങി. ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ വെളിപാടിൻ്റെ പുസ്തകം വരെ. ആകെ 73 പുസ്തകങ്ങളാണ് ബൈബിളിലുള്ളത്. ആദ്യം ഉൽപ്പത്തിയുടെ പുസ്തകം എഴുതി. പിന്നീട് ക്രമമായൊന്നുമല്ല എഴുതിയത്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നിയ പുസ്തകങ്ങളെടുത്ത് ഞാൻ എഴുതി. ഏതെല്ലാം പുസ്തകങ്ങളാണ് എഴുതിയത് എന്നറിയാനായി ഒരു പേജിൽ ഈ 73 പുസ്തകങ്ങളുടെയും പേരുകൾ എഴുതി വച്ചു. എഴുതി തീർന്ന പുസ്തകങ്ങൾ മാർക്ക് ചെയ്തു വച്ചു. അങ്ങനെ 73 പുസ്തകങ്ങളും എഴുതി തീർത്തു. ഒരു പുസ്തകം എഴുതി തീരുമ്പോൾ അത് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് അതിൻ്റെ പുറത്ത് പുസ്തകത്തിൻ്റെ പേരും എത്രാമത്തെ പുസ്തകമാണ് എന്നുള്ളതും എഴുതി വയ്ക്കും. ഉദാഹരണം, ഉൽപ്പത്തി പുസ്തകം എഴുതി തീർന്നപ്പോൾ അത് ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് അതിന് പുറത്ത് ഉൽപ്പത്തി എന്നും ഒന്നാമത്തെ പുസ്തകമായതുകൊണ്ട് 1-ാം നമ്പറും ഇട്ടുകൊടുത്തു. അങ്ങനെ 73 പുസ്തകങ്ങളും എഴുതി തീർന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രസ്സിൽ കൊണ്ടുപോയി ബൈൻഡ് ചെയ്യിച്ചു. എഴുതിയ പുസ്തകങ്ങൾ എടുത്തു വായിക്കാൻ എളുപ്പത്തിന് 3 പുസ്തകങ്ങളായാണ് ബൈൻഡ് ചെയ്തത്. പഴയ നിയമം 2 പുസ്തകമായും പുതിയ നിയമം ഒരൊറ്റ പുസ്തകമായും ബൈൻഡ് ചെയ്തു. A4 ഷീറ്റിലാണ് ഞാനിത് എഴുതിയത്. ഇതിൻ്റെ 2 സൈഡിലുമായി മാർജിൻ ഇട്ടുകൊടുത്തു. പുസ്തകം ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അക്ഷരങ്ങൾ അതിനിടയിൽ പെട്ടുപോകാതിരിക്കാനാണ് 2 സൈഡിലും കുറച്ച് സ്ഥലം വിട്ടുകൊടുക്കുന്നത്. പല പല പ്രലോഭനങ്ങളിൽപ്പെട്ട് ഇതിൻ്റെ എഴുത്ത് നാം നിർത്തിയാലും ഏതൊക്കെയോ ഒരു ശക്തി നമ്മളെ ഇത് എഴുതാനായി ഉത്തേജിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഏകദേശം 1.5 വർഷമെടുത്തു സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതി തീർക്കാനായി. നാം എന്ത് തീരുമാനമെടുത്താലും നിരുത്സാഹപ്പെടുത്താൻ ഒത്തിരി പേരുണ്ടാകും. നാം ചെയ്യുന്നത് ശരിയാണെന്ന് നമുക്ക് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് തന്നെ പോവുക. കാലം അത് ശരിയാണെന്ന് തെളിയിച്ചുകൊള്ളും. ഏതൊരു പ്രവൃത്തിയും വിജയിക്കാൻ പ്രാർത്ഥനയും കഠിനാധ്വാനവും വളരെ ആവശ്യമാണ്. അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു. അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു. രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക.